US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതിന്റെ ആഘോഷം വാഷിംഗ്ടണിൽ നടക്കുകയാണ്. എന്നാൽ ഈ സമയം നിറകണ്ണുകളുമായി അത് നോക്കി നിൽക്കുകയായിരുന്നു ഖലീൽ സായിഖ്. ഇസ്രയേലികളും പാലസ്തീനും തമ്മിലുള്ള സമാധാനത്തിനായി വാദിക്കുന്ന അഗോറോ ഇനീഷ്യേറ്റീവ് എന്ന സംഘടനയുടെ സ്ഥാപകൻ കൂടിയായിരുന്നു ഇദ്ദേഹം. ഗാസയിൽ നിന്നും അഭയാർത്ഥിയായാണ് അദ്ദേഹം US എത്തിയിരുന്നത്. കുടുംബാംഗങ്ങൾ ഇപ്പോഴും ഗാസയിലാണുള്ളത്. യുദ്ധത്തിനിടെ പിതാവിനെയും ഒരു സഹോദരിയെയും അദ്ദേഹത്തിന് നഷ്ടമാവുകയും ചെയ്തിരുന്നു. US തിരഞ്ഞെടുപ്പിൽ ഹമാസിനെ ഭീകരരായി പ്രഖ്യാപിക്കാനുള്ള തിരക്കിലായിരുന്നു പ്രധാനമായും രാഷ്ട്രീയ പാർട്ടികൾ. പക്ഷേ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ വിശ്വാസിയായ അദ്ദേഹം ഈ വിശേഷണത്തോട് ഒരിക്കലും യോജിക്കുന്നില്ല. ആവേശത്തോടെ മുന്നേറുന്ന ജനക്കൂട്ടത്തെ നോക്കി അദ്ദേഹം സംസാരിച്ചു. ഗാസയുടെ കണ്ണീർ ആരും കാണുന്നില്ല എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിച്ചു. ഗാസ മുനമ്പിലായിരുന്നു ഖലീൽ സായിഖിന്റെ ബാല്യം മുഴുവൻ. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ കീഴിലുള്ള സെന്റ് പോർഫിറിയസ് പള്ളി ഇടവകാംഗമാണ് അദ്ദേഹം. ഗാസയിലെ പ്രധാന ന്യൂനപക്ഷമാണ് ക്രിസ്ത്യാനികൾ. പക്ഷെ ചെറുപ്പത്തിൽ അത്തരം വിവേചനമൊന്നും ഖലീലിന് നേരിടേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ ഗാസയിൽ നടക്കുന്ന കാര്യങ്ങൾ ദൂരെ നിന്ന് നിസ്സഹായനായി വീക്ഷിക്കാനാണ് അദ്ദേഹത്തിന് കഴിയുന്നുള്ളൂ. 1,00,000-ഓളം പാലസ്തീനുകളുടെ മരണത്തിന് കാരണമായ യുദ്ധത്തിന് US സമാധാന നീക്കങ്ങൾ ആത്മാർത്ഥത പോരെന്നാണ് ഖലീൽ കൈക്കൊണ്ട നിലപാട്. 1,00,000 പേർക്ക് പരുക്കേൽക്കുകയുണ്ടായി. 23 ലക്ഷം പേരാണ് കുടിയൊഴിക്കപ്പെട്ടത്. ഇവയെല്ലാം ലോകരാജ്യങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്, അദ്ദേഹം തുറന്നു പറഞ്ഞു. പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രയേലിനുള്ള അചഞ്ചലമായ പിന്തുണയിൽ ഉറച്ചു നിൽക്കുകയാണ്. കമലാ ഹാരിസും ആ നിലപാടിൽ നിന്ന് മാറിയിട്ടില്ല. അതോടെ അറബ് അമേരിക്കൻ ഗ്രീൻ പാർട്ടി സ്ഥാനാർത്ഥി ജിൽ സ്റ്റെയിനിലാണ് പ്രതീക്ഷ കണ്ടിരുന്നത്. അത് പ്രതിഷേധ വേട്ടയായി കണ്ടാൽ മതിയെന്നാണ് ഖലീൽ വെളിപ്പെടുത്തി. തുടർന്ന് അദ്ദേഹം നല്ല കാലത്തിന്റെ ഓർമ്മകളിലേക്ക് മടങ്ങി. ഗാസ മുനമ്പിലെ ചെറുതും എന്നാൽ പുരാതനവുമായ ക്രിസ്ത്യൻ സമൂഹത്തിലെ അംഗമായിരുന്നു അദ്ദേഹം. പഴയ ആചാരങ്ങൾ ഏറെയുള്ള സഭയാണ്. സെന്റ് പോർഫിയാസിൽ അറബിയിലും പുരാതന ഗ്രീക്കിലുമായിരുന്നു പ്രധാനമായും കുർബാന. ധൂപപ്രാർത്ഥനയും ഗാനങ്ങളും സംയോജിപ്പിച്ചുള്ള ദൈർഘ്യമേറിയ കുർബാനയാണത്. AD 5-ാം നൂറ്റാണ്ടിലാണ് ആ പള്ളി പൂർത്തിയായത്. പിന്നീട് ഗാസയിലെ ക്രിസ്ത്യാനി സമൂഹത്തിന്റെ കേന്ദ്രമായി അത് മാറി. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നടന്ന ഇസ്രയേൽ ആക്രമണം ആ പള്ളിയുടെ അടുത്തും ഉണ്ടാവുകയുണ്ടായി. വ്യോമാക്രമണത്തിൽ കോമ്പൗണ്ടിൽ ഒരു കെട്ടിടം തകർന്ന് 17 പേർ കൊല്ലപ്പെട്ടു. ഇപ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉൾപ്പെടെ 100ഓളം പാലസ്തീനുകളുടെ അഭയകേന്ദ്രമാണ് ഈ പള്ളി. ഇസ്രയേൽ ആക്രമണം തുടങ്ങിയപ്പോൾ തന്നെ പള്ളിയുടെ വാതിൽ അഭയാർത്ഥികൾക്കായി തുറന്നുകൊടുത്തിരുന്നു. നഗരത്തിന്റെ മറുവശത്ത് ഹോളി ഫാമിലി കത്തോലിക്ക ഇടവകയും 600ഓളം അഭയാർത്ഥികൾക്ക് ആശ്രയം നൽകുകയുണ്ടായി. അവരിൽ സയേഗിന്റെ മാതാപിതാക്കളും 2 സഹോദരങ്ങളും ഉൾപ്പെട്ടിരുന്നു. ആ പള്ളിക്ക് നേരെയും കടുത്ത ആക്രമണമാണ് ഉണ്ടായത്. ഹോളി ഫാമിലി കോമ്പൗണ്ടിലെ ഒരു കെട്ടിടത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് നടക്കുന്നതിനിടെയാണ് ബോംബ് പ്രധാനമായും വീണത്. 2 ക്രിസ്ത്യൻ വനിതകൾ ഇതിൽ കൊല്ലപ്പെടുകയുണ്ടായി. മറ്റൊരാൾക്ക് വെടിയേൽക്കുകയും ചെയ്തു. തുടർന്ന് ഭീതിയുടെ നിഴലിലായിരുന്നു ജീവിതം. ക്രിസ്മസിന് ഒരുങ്ങുന്നതിനിടെ ഡിസംബർ 21-നായിരുന്നു അടുത്ത ആക്രമണം നടന്നത്. അത് കണ്ട് ഖലീലിന്റെ പിതാവ് ജെറിസ് തളർന്നു വീഴുകയുണ്ടായി. അതിനുള്ള പ്രധാന കാരണം ഹൃദയാഘാതമായിരുന്നു. എന്നാൽ ആംബുലൻസിൽ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഇസ്രായേൽ സൈന്യം അനുവദിച്ചില്ല. അവിടെ എത്തിയപ്പോഴേക്കും ഒരുപാട് വൈകിയിരുന്നു. മാത്രമല്ല ആശുപത്രിയിൽ മരുന്നുകളും ഉണ്ടായിരുന്നില്ല. എന്റെ പിതാവിന് വൈദ്യസഹായം ലഭിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഇന്നും ജീവനോടെ ഉണ്ടാകുമായിരുന്നുവെന്നും ഖലീൽ പറഞ്ഞു. മാസങ്ങൾക്ക് ശേഷം ഏപ്രിലാണ് അടുത്ത ദുരന്തം നടന്നത്. തെക്കൻ അതിർത്തി വഴി ഗാസയിൽ നിന്ന് പലായനം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു ഖലീലിന്റെ സഹോദരി ലാറ മരിച്ചത്. അതിനുള്ള പ്രധാന കാരണം സൂര്യാഘാതമായിരുന്നു. അമ്മയോടൊപ്പം ഈജിപ്തിൽ അഭയം തേടാനായിരുന്നു ലാറ പ്രധാനമായും ശ്രമിച്ചത്. അവിടെ പഠനം തുടരാനായിരുന്നു അവരുടെ ശ്രമം. ഇസ്രയേലിൽ നിന്നും ആവശ്യമായ പെർമിറ്റുകളെല്ലാം നേടിയ ശേഷമാണ് യാത്ര നടത്തിയത്. ഇസ്രയേൽ സൈന്യം നിർദ്ദേശിച്ച സുരക്ഷിത റൂട്ടിലൂടെയായിരുന്നു ലാറയുമായുള്ള യാത്ര. സായുധ ഡ്രോണുകളുടെ മേൽനോട്ടത്തിൽ വെള്ളമോ മെഡിക്കൽ സൗകര്യങ്ങളോ ലഭ്യമല്ലാത്ത 7 കിലോമീറ്റർ യാത്രയും അതിലടങ്ങിയിരുന്നു. അവളുടെ മരണം ഒരു ബന്ധുവാണ് ഖലീലിനെ അറിയിക്കുകയും ചെയ്തത്. 1994-ൽ മധ്യവർഗ ക്രിസ്ത്യൻ കുടുംബത്തിലായിരുന്നു ഖലീലിന്റെ ജനനം. 1948 വരെ ഗാസയിൽ സമ്പന്നരായ കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പാലസ്തീനികൾ നഗ്ബ, അതായത് ദുരന്തമെന്ന് വിളിക്കുന്ന യുദ്ധത്തിൽ വീട് നഷ്ടമായിരുന്നു. ഗാസയിലെ ക്രിസ്ത്യൻ ജീവിതം അറബ് ഓർത്തഡോക്സ് സെന്റർ, YMCA തുടങ്ങിയ സാംസ്കാരിക സ്ഥാപനങ്ങളെ ചുറ്റിപ്പറ്റിയാണ് പ്രധാനമായും നിലനിന്നിരുന്നത്. എല്ലാ വ്യാഴാഴ്ചയും ഖലീൽ YMCA സന്ദർശിക്കുമായിരുന്നു. അവിടെ ഞങ്ങൾ ഫുട്ബോളും ടെന്നീസും ഒക്കെ കളിച്ചു. ആ ജീവിതം ശരിക്കും ആസ്വദിച്ചിരുന്നു. ഏറെ സൗഹൃദങ്ങളും അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്തു, ഖലീൽ അനുസ്മരിക്കുകയുണ്ടായി. ഖലീലിന് 10 വയസ്സുള്ളപ്പോൾ ആയിരക്കണക്കിന് ഇസ്രയേൽ സൈനികർ ഗാസയിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. 40 കിലോമീറ്റർ നീളം മാത്രം ഉള്ളുവെങ്കിലും ഗാസയുടെ ഒരു ഭാഗത്തു നിന്ന് മറ്റേ ഭാഗത്തേക്ക് വാഹനങ്ങളിലെത്താൻ 5-6 മണിക്കൂറോളം എടുക്കുമായിരുന്നു. സൈനിക ചെക്ക് പോസ്റ്റുകളിലെ പരിശോധനകൾ പലപ്പോഴും തടസ്സം കാരണം സമയത്ത് സ്കൂളിലെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതേ പ്രതിസന്ധി അധ്യാപകരും വലിയ തോതിൽ നേരിട്ടിരുന്നു. പിന്നീടായിരുന്നു ഹമാസ് അധികാരത്തിലേക്ക് എത്തിയത്.
അവരെ ഭയത്തോടെയായിരുന്നു ആദ്യം ക്രിസ്ത്യൻ സമൂഹം കണ്ടിരുന്നത്. പിന്നീട് ആശ്ചര്യത്തിന് വകയുണ്ടായിരുന്ന പള്ളികൾക്കും മറ്റും ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കും സംരക്ഷണം നൽകാൻ ഹമാസ് തീരുമാനിക്കുകയായിരുന്നു. ഹമാസ് ഏറ്റെടുത്തതിനു ശേഷം പൊതുവിടങ്ങളിൽ ക്രമേണ ഇസ്ലാമികവൽക്കരണം ഉണ്ടായിരുന്നു. പൊതുചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിൽ ക്രിസ്ത്യാനികൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. 2008 അവസാനത്തിൽ ഇസ്രയേൽ നടത്തിയ 22 ദിവസത്തെ കര, നാവിക, വ്യോമ ബോംബാക്രമണത്തിൽ 1400ഓളം പാലസ്തീനികൾ കൊല്ലപ്പെടുകയുണ്ടായി. 1,00,000-ഓളം വീടുകൾ നശിക്കുകയും ചെയ്തു. അക്കാലത്ത് ഗലീലിന്റെ പ്രായം 14 വയസ്സായിരുന്നു. ജെറുസലേമിൽ ഈസ്റ്റർ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പെർമിറ്റ് അയാൾ സ്വന്തമാക്കിയിരുന്നു. എന്നാൽ പിന്നീട് വീട്ടിലേക്ക് മടങ്ങിയില്ല. സെന്റ് പോർഫിറിയസ് പള്ളിയിൽ സായിഗിന്റെ അവശേഷിക്കുന്ന സഹോദരി ഉൾപ്പെടെ 400ഓളം പാലസ്തീനികൾ ഇപ്പോഴും ഇസ്രായേൽ യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമം തുടരുകയാണ്. അവർക്ക് വൈദ്യുതിയില്ല, എന്നാൽ പട്ടിണിയോട് പോരാടി ജീവൻ നിലനിർത്തുകയാണെന്ന് മാത്രം. പള്ളിക്ക് നേരെ പലതവണ ബോംബാക്രമണം ഉണ്ടായിട്ടുണ്ട്. ഗലീൽ ബാല്യകാലത്തിന്റെ ഭൂരിഭാഗം ചെലവഴിച്ചത് YMCA അക്ഷരാർത്ഥത്തിൽ ശ്മശാനമായി മാറിയിരിക്കുകയാണ്. അവിടെ അവർ കളിച്ച ഫുട്ബോൾ മൈതാനം ഇപ്പോൾ ശവസംസ്കാര സ്ഥലമാണ്.